ചോറ് കൊച്ചിന് കൊടുക്കാൻ വെച്ച ചോറ് ഒരാട് വന്നു. ഒരാടല്ല, ദോ ആട്. ആ ആട് വന്നേ തിന്ന്. കൊക്കിനെ കണ്ടാ? വേറെന്തിനുണ്ട്? മീമി കണ്ട്. പിന്നെ കോഴിയെ കണ്ട്. ആന. ഓക്കെ. ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിൻ്റെ ഓൾ കേരള ട്രിപ്പിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നത് പൂവാറ് ബോട്ടിങ് കഴിഞ്ഞ് ഇനി തിരുവനന്തപുരം സിറ്റിയിലേക്കാണ് പോകാൻ പോകുന്നത്. കേരളത്തിലെ 14 ജില്ലകളും ടച്ച് ചെയ്ത് അവിടുത്തെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള സ്ഥലങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ കടുമ്പുപാറ പോയി, അതിനുശേഷം ശാസ്താംപാറ പോയി, അതിനുശേഷം പൂവാറ് ബോട്ടിങ്, വളരെ മനോഹരമായിട്ടുള്ള പൂവാറ് ബോട്ടിങ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി തിരുവനന്തപുരം സിറ്റി കയറിയിട്ട് ഭീമാപള്ളിയാണ് ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ ട്രിപ്പിൽ നമ്മൾ ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ചാണ് മാക്സിമം സ്ഥലങ്ങൾ പോകാൻ നോക്കുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഗൂഗിൾ മാപ്പ് എളുപ്പവും കാണിച്ചു തരും, പാടും കാണിച്ചു തരും, പിന്നെ വഴി തെറ്റിക്കുകയും ചെയ്യും. ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടും പിന്നെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി നമ്മൾ പലപ്പോഴും പോയിട്ടുള്ളതാണെങ്കിലും ഭീമാപള്ളിയിൽ പല വഴി ചുറ്റിത്തിരിഞ്ഞ് ഭീമാപള്ളിയിലേക്ക് പോവുകയാണ്. ഭീമാപള്ളി എത്തുന്നത് വരെ അവിടുത്തെ ഹിസ്റ്ററി എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നതും അതുപോലെ തന്നെ പ്രസിദ്ധവുമാണ് തിരുവനന്തപുരത്തെ ഭീമാപള്ളി. ജാതിമത വ്യത്യാസമില്ലാതെ ദേശത്തിൻ്റെ പല കോണിൽ നിന്ന് ഈ പള്ളിയിലേക്ക് വിശ്വാസികൾ എത്താറുണ്ട്. നബി പരമ്പരയിൽപ്പെട്ട ആൾക്കാർ ഈ പള്ളിയിലാണ് അന്ത്യവിശ്രമം കൊള്ളുക. ഭീമാ ബീബിയുടെ പേരിൽ നിന്നാണ് ഈ ഭീമാപള്ളി എന്നുള്ള പേര് വരാൻ കാരണം. ആതുര സേവനവും മതപ്രബോധനവുമായി കേരളം മുഴുവൻ ചുറ്റി ഒടുവിൽ തിരുവല്ലം എന്ന സ്ഥലത്ത് എത്തി സ്ഥിരതാമസമാക്കി. മാഹിന്റെയും ഭീമാ ബീവിയുടെയും പ്രശസ്തി തെക്കൻ തിരുവിതാംകൂറിൽ വ്യാപിച്ചു. രോഗികളും കഷ്ടത അനുഭവിക്കുന്നവരും ഇവരുടെ സ്വാധീനത്താൽ ഇസ്ലാമിലേക്ക് മതാരോഹണം നടത്തി. എന്നാൽ സാമൂഹിക ഘടനയിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയേകിയ കൺവെൻഷനെ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി ആയി കണ്ട രാജഭരണകൂടം വിദേശികളായ ഇവർക്കെതിരെ ഗൂഢാലോചനകൾ മെനഞ്ഞു. കരം നൽകണമെന്ന ഉത്തരവിനോട് ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന് മാത്രം കരം എന്ന് മാഹിൻ പ്രതികരിച്ചു. മാഹിനെയും കൂട്ടാളികളെയും ചതിയിലൂടെ വെട്ടിക്കൊലപ്പെടുത്തി. മകന്റെ വേർപാടിൽ മനംനൊന്ത ഭീമാ ബീവിയും വൈകാതെ തന്നെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. ഇവരെ ഖബറടക്കിയ സ്ഥലത്താണ് പള്ളി വന്നത്. രോഗശമനത്തിന് ഈ പള്ളിയിൽ വന്നുള്ള പ്രാർത്ഥന ഉത്തമമാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മാലിക് ബിൻ ദിനാറിന്റെ ശേഷം ഇസ്ലാം മത പ്രബോധനത്തിനായി ഇന്ത്യയിലെത്തിയ ഈ പുണ്യാത്മാക്കളുടെ സ്മരണയിൽ വർഷം തോറും ഉറൂസ് ചന്ദനക്കുടം ആഘോഷിക്കുന്നു. കാണുന്നതാണ് നമ്മുടെ ഭീമാപള്ളി. പുറത്തിറങ്ങിയിട്ട് കൂടുതൽ കാഴ്ചകൾ കാണാം. എത്തിയിട്ടുണ്ട്. മാപ്പ് കുറച്ച് കറക്കി അങ്ങോട്ട് കാണുന്നതാണ് ഭീമാപള്ളിയുടെ വലിയ ഒരു ഏരിയ. ഇവിടെയും ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. അതൊരു കളിസ്ഥലം പോലത്തെ സ്ഥലമാണ്. പിന്നെ ഒരുപാട് വണ്ടിയിൽ ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇനി കഴിച്ചതിന് ശേഷമാണ് നമ്മൾ പള്ളിയിലോട്ട് കയറാൻ പോണത്. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വലിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉച്ചത്തേക്കുള്ള ഫുഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കഴിച്ചതിന് ശേഷം നമ്മൾ പള്ളിയിലോട്ട് അടുത്തോട്ട് പോയിട്ട് അകത്ത് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ മെയിനായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണാം. നമ്മൾ ഇനി ഫുഡിന് എടുത്ത് പോവാം. ഇതാണോ വണ്ടിയിൽ അടിയിൽ അത് കള എന്ത് പറ്റി രാഹി? ചോറ് കൊച്ചിന് കൊടുക്കാൻ വെച്ച ചോറ് ഒരാട് വന്നു. ഒരാടല്ല, ദോ ആട്. ആ ആട് വന്നേ തിന്ന്.
അവർക്ക് പിന്നെ വരെയാണ്. അതുകൊണ്ട് ഇപ്പൊ വട വാങ്ങിച്ചോണ്ട് വന്നു അവനെ കൊടുക്കാൻ. അവന് മാറ്റി വെച്ചിരുന്ന എരി ആവാത്ത അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫുഡ് കഴിച്ചതാണ്ട് ഇവിടെ നിന്നാണ്. ഇത്ര അടിപൊളി ഒരു സ്ഥലത്താണ് നമുക്ക് ഇന്ന് ഫുഡ് കഴിക്കാൻ കിട്ടിയത്. ഭീമാവള്ളിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ അവിടെ നിന്ന് പോകാറുന്ന് ബോട്ടിങ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടാണ് പോകുന്നത്. വരുന്ന വഴിക്ക് നമ്മൾ കഴിക്കാനുള്ള സ്ഥലങ്ങൾ നോക്കിയെങ്കിലും വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നേരെ ഇങ്ങ് ഭീമാവള്ളി വന്നു. ഇവിടെ വന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇനി അടുത്ത് ഭീമാവള്ളിയിലോട്ടൊന്ന് കയറി നിങ്ങൾക്ക് അതിൻ്റെ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. പക്ഷേ ഇതിന് ചുറ്റും എന്താണ് ഫുള്ളും കച്ചവടങ്ങളാണ്. ഓരോ സാഹചര്യത്തിനനുസരിച്ചുള്ള കച്ചവടങ്ങൾ. ഇതിൻ്റെ കുറച്ചപ്പുറത്ത് മെയിൻ റോഡ് സൈഡിൽ അത്രയും ഇവിടെയുണ്ട് കുറേ കച്ചവടമുണ്ട്. പിന്നെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. ഈ സ്ഥലത്തൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് കയറാമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് അകത്തോട്ട് ഞാൻ കയറുന്നില്ല. പുറത്ത് നിന്ന് പള്ളി കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ പുറത്തുള്ള സൈഡിൽ എല്ലാം പണ്ട് കുറച്ച് നാൾക്ക് മുന്നേ CD-യും DVD അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭയങ്കര കച്ചവടങ്ങളായിരുന്നു. ഇപ്പോൾ മൊബൈൽ അങ്ങനെ ഇലക്ട്രോണിക് സാധനങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കച്ചവടങ്ങൾ അവിടെ ഉണ്ട്. പുറത്തോട്ട് ഇറങ്ങാൻ നമുക്ക് പള്ളിയുടെ ഒരു കാഴ്ച കണ്ടിട്ട് വരാം. ഇത് ഭീമാപള്ളിയുടെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇത് എൻട്രൻസ് കഴിഞ്ഞ് അകത്ത് വരുമ്പോഴുള്ള കാഴ്ച. അപ്പോൾ ഇവിടെയും റോഡിൻ്റെ രണ്ട് സൈഡിലും നിറയെ കച്ചവടങ്ങളുണ്ട്. നമ്മൾ അകത്തേക്ക് വരുമ്പോഴുള്ള റോഡിലും രണ്ട് സൈഡിലും ഇഷ്ടം പോലെ കടകൾ, കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ട്. ഇവിടെ വരാൻ വേണ്ടിയിട്ട് KSRTC അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സും അവൈലബിൾ ആണ്. കിഴക്കേക്കോട്ട് നിന്നൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ബസ് കിട്ടും. തിരിച്ചു പോകാനും അതുപോലെ തന്നെ ബസ്സിനൊന്നും ഒരു പ്രയാസമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സർവീസ് ഉണ്ട്. ഇത് നമ്മൾ വന്ന എൻട്രൻസ് അല്ല, അതിൻ്റെ ഇപ്പുറത്തുള്ള ഒരു എൻട്രൻസ് ആണ്. ഇതുപോലെ രണ്ട് വലിയ ഗേറ്റുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഭീമാപള്ളി മെയിൻ ഒരു ആകർഷണമാണ്. അതിനോട് ചേർന്ന് തന്നെ പള്ളിയുടെ വിവിധ കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ എല്ലാം ഒരേ നിറത്തിൽ ഒരേ കളർ ചെയ്ത് വളരെ മനോഹരമായിട്ട് ഉള്ള നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഒരു ആരാധനാലയം കൂടിയാണ്, ഒത്തിരി ആൾക്കാർ വരുന്ന ആരാധനാലയം കൂടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഭീമാപള്ളിയുടെ മനോഹരമായിട്ടുള്ള ദൃശ്യം. ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും വളരെ സുന്ദരമാണ് പള്ളിയുടെ ഒരു ദൃശ്യം എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് പിന്നെ ഇവിടുത്തെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര വിശ്വാസമാണ് ഇവിടെ ആൾക്കാർക്ക്. നമ്മൾ ഇത് ഈ ചാനലിലൂടെ കാണിക്കുന്നത് പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ളവർക്ക് നമുക്ക് എല്ലാവർക്കും ഭീമാപള്ളി എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാം. അല്ലാതെ ദൂരെ നിന്ന് കാണുന്നവർക്ക് കണ്ടോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഭീമാപള്ളി ഈ ട്രാവൽ കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഈ പള്ളിക്ക് ചുറ്റും ഒരുപാട് ആൾക്കാർ ചെറിയ ചെറിയ കച്ചവടങ്ങൾ നടത്തി ജീവിക്കുന്നുണ്ട്. പള്ളിക്ക് പുറത്തും വലിയ വലിയ കടകളും ഇലക്ട്രോണിക്സ് കടകളും അങ്ങനെ മൊബൈൽ ഷോപ്പുകളും അങ്ങനെ തുടങ്ങി ഒരുപാട് കടകളും പുറത്തുണ്ട്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ കാണാൻ പറ്റും ഇഷ്ടംപോലെ ആടുകൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നതാണ്. പിന്നെ ഈ ഒരു മരം നല്ലൊരു കാഴ്ചയാണ്.
അപ്പോൾ ഇതൊക്കെയാണ് ഭീമാപള്ളിയിലുള്ള ഇപ്പോഴത്തെ കാഴ്ചകൾ. നമ്മളിനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ ഒരു 3ാമത്തെ സ്ഥലം എന്തോ ആണ് ഇപ്പോൾ. ഇനി 1-2 സ്ഥലം കൂടെ നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ സ്ഥലങ്ങളിൽ പോകുന്നില്ല. അത്യാവശ്യം വേണ്ടുന്ന സ്ഥലങ്ങൾ മാത്രം തിരുവനന്തപുരം ടച്ച് ചെയ്ത് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് അവർ ഫുഡൊക്കെ കഴിച്ചു, എല്ലാം റെഡിയായി. ഇനി നമ്മൾ പാക്ക് ചെയ്ത് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഓക്കെ, ഇനി അടുത്ത സ്ഥലത്തുള്ള വിശേഷങ്ങൾ കാണാം. 1ാം ദിവസം നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് ഗ്രേസ് മീഡിയ ആണ്. വേറെ ആരുടെ സ്ഥാപനമല്ല, എൻ്റെ സ്വന്തം സ്ഥാപനം തന്നെയാണ് ഗ്രേസ് മീഡിയ. നമ്മൾ ചെയ്യുന്നത് കല്യാണ വീഡിയോ ഫോട്ടോ വർക്കുകളാണ്. അതുപോലെ തന്നെ ആൽബം ഷൂട്ടിങ്, ഷോർട്ട് ഫിലിം അങ്ങനെ തുടങ്ങിയിട്ടുള്ള വർക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഓരോ ദിവസം സ്പോൺസറിങ് പറഞ്ഞിട്ടുള്ളത്. ഇത് ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങളോ അത് എന്തെങ്കിലും സ്കൂളുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പോൺസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മളെ ബന്ധപ്പെടാം. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചാൻസ് ഉണ്ട്. നിങ്ങൾ കോൺടാക്ട് വേണമെങ്കിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതുവഴി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുവഴി പരസ്യം ചെയ്യാവുന്നതാണ്. ആദ്യം അവസാനം നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ പരസ്യങ്ങൾ പറയുന്നതാണ്. മുട്ടായി വാങ്ങിക്കാനല്ലേ പോണ അല്ലേ? പുള്ളി ബോബു അല്ലേ? പുള്ളി ബോബു പോ ബോബു പോ ബോബു പോട്ടെ പോട്ടെ. മരല്ലേ മരം നമുക്ക് ഇതിൻ്റെ അകത്ത് പോയി ഷൂട്ട് ചെയ്യാനുള്ള അനുമതി ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഗേറ്റിൻ്റെ പുറത്ത് ഇവിടെയും എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫി എടുക്കാൻ പാടില്ല എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു. അതുകൊണ്ട് ഈ ഗേറ്റിന് ഈ ഗേറ്റിൻ്റെ പുറത്ത് നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിനോട് ചേർന്ന് തന്നെ വലിയൊരു കുളവും ഇവിടെ ഉണ്ട്. വലിയൊരു കുളം. രണ്ട് സൈഡിലായിട്ട് നിറയെ കച്ചവടമാണ്. മറ്റേ തട്ട് കടകളാണ് ഫുള്ളും. ബാഗ്, ചെരുപ്പ്, പിന്നെ ടോയ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കടകൾ. ഇതാണ് വലിയ കുളം. 1, 2, 3. ഓ മീമി ഇവിടെ മീമിയൊക്കെ വലിയ മീനൊക്കെ അതിനകത്ത് വലിയ മീനുണ്ട്. വലിയ മീൻ നിറയെ ഉണ്ട്. ഇതാ ഇല്ല മീമി മുന്നേ കണ്ട മീമിയാ? എവിടെ മീമി? ഓ മീമി അല്ലേ കളെ? എത്ര ഉണ്ട്? 3 മീമി. 3 അല്ല, ഇഷ്ടം പോലെ ഉണ്ട് മീമി. കൈ വിട. അപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ടെ തിരിച്ചു പോവാം.
വലിയ കുളം അല്ലേ ക്ലേ? വലിയ കുളം അല്ലേ? വാ. മിമി മിമി കാണണോ? മിമി പ്രാവ് എന്തിനൊക്കെയാണ് മിമി? അയ്യോടോ. സൂപ്പർ സൂപ്പർ. ആന ആന കൊട്ട്. टाइम पास करेगा छोटा बच्चा। हाँ टाइम पास करेगा टेम्परेरी पास बजाय। ആ മുട്ടായി വാങ്ങിക്കാനാണ് വന്നേന്ന്. മീമിയെ കണ്ട? മീമിയെ കണ്ട? പ്രാവിനെ കണ്ട? ആ മുട്ടായി വാങ്ങിച്ചു തരാ. കൊക്കിനെ കണ്ട? വേറെന്തിനുണ്ട്? മീമി കണ്ട്. പിന്നെ കോഴിയെ കണ്ട്. ആന? ഓക്കെ. അപ്പോൾ മുട്ടായി വാങ്ങിച്ചു തരാം കേട്ടാ. Hey. പത്മനാഭ ടെമ്പിൾ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വെട്ടുകാട്ടിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വലിയ പള്ളിയാണ്, വലിയ പള്ളി. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നിയേക്കാം, പക്ഷേ നല്ല വലിപ്പമുള്ള പള്ളിയാണ്.
നമ്മളിവിടെ വന്ന സമയത്ത് പള്ളിയിൽ എന്തോ ആരാധന നടക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ അകത്തോട്ട് ക്യാമറ പ്രദർശിപ്പിക്കില്ല എന്നാണ് തോന്നുന്നത് എനിക്ക്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ സൈഡും നല്ല ചിത്രപ്പണികൾ ചെയ്തിട്ടുള്ളൊരു പള്ളിയാണ്. ആ പള്ളിയുടെ ചുറ്റും ഇതുപോലെ തന്നെ ചെടികളെല്ലാം നട്ട് അടിപൊളിയാക്കി കൊണ്ട് നല്ല സെറ്റായിട്ട് പെയിൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ ചെടിയൊക്കെ നട്ടിട്ട് അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് പള്ളി. നമ്മൾ വിചാരിക്കുമ്പോൾ നല്ല വലിപ്പമുള്ള പള്ളിയാണ്. നമ്മൾ നേരെ കാണുന്നതാണ് കടൽ. കൊടിമരത്തിനപ്പുറം കടലാണ് കാണുന്നത്. ഇപ്പോൾ നേരത്തെക്കാളും കടലിങ്ങ് കയറി കിടക്കുകയാണെന്ന് തോന്നുന്നു. മുന്നേ ഉറങ്ങിയിട്ട് രാഹി ഇങ്ങനെ ഇറങ്ങിയില്ല. അമ്മയും വണ്ടി തന്നെ ഉണ്ട്. അപ്പോൾ ഞാനും പപ്പയും മാത്രമേ ഇറങ്ങുള്ളൂ. ഇവിടെ ഒരുപാട് പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. പാർക്കിംഗ് സൗകര്യമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കടൽ കുറച്ചിങ്ങ് അകത്തോട്ട് അത് നമുക്ക് മുന്നേയൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു എന്താണ് മണലിൽ നിൽക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ കൂടെ ഇങ്ങ് കയറി കിടക്കുകയാണെന്നാണ് തോന്നുന്നത്. ശരിയാണ്, ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഒന്നും ഇപ്പോൾ ഇല്ല. നല്ല രീതിയിൽ കടൽ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ ബോർഡും വെച്ചിട്ടുണ്ട്. ബീച്ചിലോട്ട് ഇറങ്ങുന്നത് കർശനമായിട്ട് നിയന്ത്രിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ഇവിടുത്തെ ആൾക്കാർ മാത്രം അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ബാക്കിയുള്ള ആരും അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. ഓക്കെ, നമ്മുടെ വണ്ടി പാർക്കിങ്ങിൽ ഇതോ ഇവിടെ കിടപ്പുണ്ട്. പള്ളി ഉണ്ടല്ലോ, ഇതാണ് വെട്ടുകാട് പള്ളി. ആമോസിന്റെ പുത്രനായ യേശയ്യ ഹെസക്കിയായ്ക്ക് ഈ സന്ദേശം അയച്ചു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അസീറിയ രാജാവായ സെന്നകെരീബിനെ കുറിച്ച് നീ ചെയ്ത പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. അവനെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, ജെറുസലേമിൽ നിന്ന് നീ ഒരു അവശിഷ്ട ഭാഗവും സിയോൻ മലയിൽ നിന്ന് അതിജീവിക്കുന്നവരുടെ ഒരു ഗണവും പുറപ്പെടും. കർത്താവിന്റെ തീഷ്ണത നിർവഹിക്കും. അസീറിയ രാജാവിനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ ഈ നഗരത്തിൽ പ്രവേശിക്കുകയോ ഇവിടെ അസ്ത്രം ചെയ്യുകയോ വരികയോ നഗരത്തിനെതിരെ ഉപരോധം നിർമ്മിക്കുകയോ ചെയ്തില്ല. അവൻ നഗരത്തിൽ പ്രവേശിക്കാതെ വന്ന വഴി മടങ്ങുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ദാസനായ ദാവീദിന്റെ ദൂതൻ അസീറിയ പാളയത്തിൽ കടന്നു 1,000
നമ്മൾ മുതലപ്പുഴി എത്തിയിട്ടുണ്ട്. മുതലപ്പുഴി പാലമാണ് ഇത് കടന്നു പോണ. നമുക്കിവിടെ വന്ന് ഇപ്പോൾ 6:45 സമയം. നമ്മൾ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. ഉറങ്ങി എണീറ്റതാണ് കേട്ടോ. ഉറങ്ങി. നമ്മുടെ ലഗേജാണിത്. നമ്മുടെ ഈ ഡ്രസ്സ്, വെള്ളം, ഫുഡ് കാര്യങ്ങളെല്ലാം കൂടെ നിറച്ച് ബാക്ക് സീറ്റിൽ നിറച്ച് വെച്ചേക്കുന്നതാണ് ലഗേജ്. എന്താ അത്? എന്താ അത് പാപ്പ? അടി വേണോ? പൊക്കോ വെച്ചോ, ഓടിപ്പൊക്കോ. കടല് ഇതാണ് നമ്മൾ റോഡിൽ മെയിൻ റോഡ് ഇതാണ്. ഈ പാലമാണ്. അത് ഈ പാലത്തിൽ ഒത്തിരി ആൾക്കാർ ഇപ്പം നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് നോക്കിയിട്ട്. അപ്പോൾ അത് ഇവിടെ സ്ഥിരം കാഴ്ചയാണെന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ പൊഴി മുറിയുന്ന കാഴ്ചയും കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം വളരെ മനോഹരമാണ്. ഇത്രയും വലിയ ഇതായിട്ട് നമുക്ക് കടലും കായലും തമ്മിൽ ചേർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കായലാണെന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ ബോട്ടിങ്ങിന് പോയപ്പോൾ അത് കായലല്ല, നദി, പുഴയാണെന്നാണ് അവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. അതുപോലെ ഇതിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ കടലിതായി ഈ ഭാഗത്തുണ്ട്, പൊഴി മുറിയുന്നത് ഇപ്പുറത്ത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച, കടലും കായലും തമ്മിൽ ചേരുന്ന ഒരു ദൃശ്യം. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വൈഡായിട്ടുള്ള വ്യൂ ഉണ്ട്. നല്ല രസമാണ് കടൽ കാണാൻ വേണ്ടിയിട്ട്. കുറേ ആൾക്കാർ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നല്ല ചെടികളാണ് ഫുള്ളും. ഒരു ഐറ്റം ചെടി ഫുള്ള് വളർന്ന ഇപ്പോൾ ഉണ്ട്. ഇതുവഴി ഇങ്ങനെ നടന്നു പോവാം. ഇതുവഴിയാണ് നടന്ന് കയറി വന്ന് അങ്ങോട്ട് പോവാം. ഇതുവഴി അവിടെ വിശ്രമിക്കാൻ വേണ്ടി കാറ്റാടി മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചൂട്ടിൽ നിൽക്കാനും ഈ വൈകുന്നേര സമയത്തൊക്കെ ഇങ്ങനെ നിന്ന് ഈ ഒരു കാഴ്ച കാണാമെന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു രസമുള്ള കാര്യമാണ്. ഓക്കെ, പോട്ടെ. ഇപ്പോൾ ഒരു 7 മണി സമയമാവുന്നുണ്ട്. അത്യാവശ്യം ഇരുട്ടായി. ഓ അതിനകത്ത് വെക്കാനോ? വെക്കാലോ, വെക്കാതാണ്ട് ഇതിപ്പോൾ എടുക്കുന്നു. അപ്പോൾ ഒന്ന് കടലല്ലേ അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഇനി വർക്കല കൂടെ പോകണമെന്നാണ് പ്ലാനിങ്. അപ്പോൾ ഇനി നേരം വൈകി. അതുകൊണ്ട് ബീച്ച് 2 സ്ഥലങ്ങൾ എന്നെ കാണിച്ചു. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ മിക്കവാറും എന്താണ് കാണണം പോകാം. അതുകൊണ്ട് നമ്മൾ മിക്കവാറും ഇന്ന് വർക്കല ബീച്ച് പോകുന്നില്ല. നമുക്ക് സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്ന കൊട്ടാരക്കര ആണ്. കൊട്ടാരക്കര PWD റൂമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മിക്കവാറും ഇത് കഴിഞ്ഞ് ഇനി അങ്ങോട്ടായിരിക്കും പോവുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം രാത്രി നമ്മൾ കൊട്ടാരക്കരയാണ് റൂം എടുത്തിട്ടുള്ളത്. ഇത് കൊട്ടാരക്കര PWDയുടെ റെസ്റ്റ് ഹൗസിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്.
അപ്പോൾ ഇന്നലെ രാത്രിയാണ് നമ്മൾ ഇവിടെ എത്തിയത്. 9:30 മണിയായി നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിട്ട്. നമ്മൾ ആദ്യം തുടക്കം മുതൽ കടുമ്പുപാറ മുതൽ ലാസ്റ്റ് മുതലപ്പുഴി വരെ കറങ്ങിയിട്ട് നമ്മൾ നേരെ ഇവിടെ 9:30 ആയപ്പോൾ എത്തി. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിച്ച് എടുക്കാൻ പറ്റുന്നത് നമ്മൾ നല്ല ടയേർഡായിരുന്നു. യാത്രയുടേതും പിന്നെ തലേ ദിവസങ്ങളിലുള്ള ഓട്ടം എല്ലാം കൂടെ നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് വന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് പൂരി ഉണ്ടായിരുന്നു. പൂരി പിന്നെ മീനച്ചാറ്, നമ്മുടെ ചൂര മീനച്ചാർ, അങ്ങനെയൊക്കെ അതൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ ബാക്കി കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു. ട്രിപ്പ് ഇന്നത്തെ നാളത്തെ 2ാം ദിവസത്തെ യാത്ര, അതിൻ്റെ ട്രിപ്പിൻ്റെ കാര്യങ്ങൾ പിന്നെ റൂട്ട് അതൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഇന്നലത്തെ ദിവസം നമുക്ക് ഒന്നും എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ 1ാം ദിവസം ഇങ്ങനെ അവസാനിക്കുകയാണ്. ഇനി ഉള്ള ദിവസങ്ങളിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ച നിങ്ങൾക്ക് കാണാം. കേരളം മുഴുക്കാനുള്ള കാഴ്ച നിങ്ങൾക്ക് കാണാം. അതിനായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും കൂടെ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക.